ഈ ന്യൂസ് ഒന്ന് കണ്ടോക്കി. ഇതിലാരെ തെറ്റുകാരി? നിങ്ങളുടെ അഭിപ്രായത്തിൽ ആരെ തെറ്റുകാരി? എന്റെ അഭിപ്രായം പറയട്ടെ. എന്റെ അഭിപ്രായത്തിൽ ഇതിൽ തെറ്റുകാരി തികച്ചും പെണ്ണ് തന്നെയാണ് അല്ലെ. ഒരാണ് ഒരു പെണ്ണിനോട് വിവാഹ വാഗ്ദാനം ഞാൻ ഇന്ന കല്യാണം കഴിക്കാന്ന് പറഞ്ഞാല് ഒരു വാക്കോൾ മതിയോ? ഈ കല്യാണത്തിനും അതിന്റെ ബാക്കിയുള്ള കമ്പങ്ങൾക്കൊക്കെ വിവാഹം കഴിക്കാന്ന് പറഞ്ഞ ഉടനെ എന്ത് ചെയ്യും? ഇവര് ലോഡ്ജിലാണെങ്കിലും റിസോർട്ടിലാണെന്നുണ്ടെങ്കിലും അവിടെ ഇവിടെയും പോയി താമസിച്ചിട്ട് പീഡനം കാര്യങ്ങൾ പറയും. എല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് എന്ത് പറയും? ചെക്കനെതിരെ കേസും കാര്യങ്ങളും. അപ്പൊ ഞാനിവിടെ പറയാൻ പോകുന്നത്, ഞാൻ പറയണത് എന്താ വെച്ചാല് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന് പറയും. പക്ഷെ രണ്ടാളെ സമ്മതത്തോടു കൂടി തന്നെയാണ് ഈ പീഡനം കാര്യങ്ങൾ നടക്കുന്നത്. അതിനുശേഷമുള്ള പ്രശ്നങ്ങൾ വരുമ്പോഴാണ് ഈ പീഡനമായി മാറുന്നത്. എന്തിനാണ് ഈ ഒരു വിവാഹ വാഗ്ദാനം നൽകിയതിനു ശേഷം അല്ലാതെ ഞാൻ ഇന്ന് വിവാഹം കഴിക്കാന്ന് പറഞ്ഞതോടുകൂടി ഈ ചെറുക്കന്റെ കൂടെ ഇറങ്ങി പുറപ്പെട്ടു പോണത്? അവിടെ തികച്ചും തെറ്റുകാരി പെണ്ണ് തന്നെയല്ലേ. എന്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു എന്നുള്ളൂ. നിങ്ങളെ അഭിപ്രായം എന്താന്ന് വെച്ചാൽ കമന്റ് ചെയ്യട്ടോ. കാരണം ഇവിടെ ശരിക്കും നമ്മളെന്താ പറയുക, ആദ്യത്തെ കാലത്തൊന്നും ഈ ഒരു വിഷയമല്ലേ. ഇപ്പം ചാറ്റിങ്ങിലൂടെ ആണെങ്കിലും മെസ്സേജിലൂടെ ആണെങ്കിലും വിവാഹ വാഗ്ദാനം കൊടുക്കുക, അതിനുശേഷം ഇവർ എവിടെ വേണമെങ്കിലും പോവുക, അങ്ങനത്തെ സംഭവങ്ങളാണ് അല്ലേ. അപ്പൊ നിങ്ങളെ അഭിപ്രായം എന്താ വെച്ചാൽ കമന്റ് ചെയ്യും.